ലാലേട്ടൻ എന്ന് വരുമ്പോൾ സായിയോട് നല്ല രീതിയിൽ വഴക്ക് പറയും. കാരണം ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടുകൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്വന്തമായിട്ട് മത്സരിച്ച് നേടിയിട്ട് മറ്റുള്ളവർക്ക് പോയിന്റ് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണ് മത്സരിക്കുന്നത്? അതിലൊരു അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു കാര്യം എന്തായാലും ലാലേട്ടൻ ചോദ്യം ചെയ്യാതിരിക്കില്ല. ആ ഒരു റാബിറ്റിൻ്റെ ഗെയിമിൽ സായി അഭിഷേകിന് റാബിറ്റ് വിട്ടുകൊടുത്തത് നമ്മൾ കണ്ടതാണ്. സായി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അഭിഷേക് ആ ഒരു മത്സരത്തിൽ വിജയിക്കില്ലായിരുന്നു, 3 പോയിന്റ് കിട്ടില്ലായിരുന്നു, പകരം 2 പോയിന്റ് ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ സായി അത് അവിടെ വിട്ടുകൊടുത്തു. എന്താണെങ്കിലും അത് സായിയുടെ തീരുമാനമാണ്. ഓരോ ഗെയിമും എങ്ങനെ കളിക്കും എന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സായി അങ്ങനെ കളിച്ചു. പക്ഷേ ലാലേട്ടൻ അതിനെന്തായാലും വഴക്ക് പറയും. കാരണം സ്വന്തമായിട്ട് എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അതുതന്നെയാണ് കുറേയധികം കമൻറ്റുകൾ ഞാൻ കണ്ടു. പ്രേക്ഷകരുടെ എല്ലാവരുടെയും അഭിപ്രായം അതുതന്നെയാണ്. പക്ഷേ അഭിഷേക് ശ്രീകുമാർ ടിക്കറ്റ് ടു ഫിനാലെ നേടിയെടുത്തത് തന്നെയാണ്. ബാക്കി എല്ലാ ഗെയിമിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അഭിഷേക് പെർഫോം ചെയ്തത്. മാത്രമല്ല റാബിറ്റിൻ്റെ ഗെയിമിലും അങ്ങനെ വിട്ടുകൊടുത്തില്ലായിരുന്നെങ്കിൽ അഭിഷേകിന് 2 പോയിന്റ് കിട്ടും, വെറും 1 പോയിന്റ് മാത്രമേ കുറയത്തുള്ളൂ. അഭിഷേകിന് അല്ലാതെ തന്നെ ടോട്ടൽ 13 പോയിന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സായി വിട്ടുകൊടുത്തില്ലായിരുന്നു എങ്കിലും ഓൾറെഡി അഭിഷേക് തന്നെ ആയിരിക്കും വിന്നർ ആകുന്നത്. എന്തായാലും സായിയുടെ ഈ ഒരു കാര്യം ലാലേട്ടൻ എന്തായാലും ചോദ്യം ചെയ്യും. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.